പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്ക് കേരള വിഷൻ കേബിൾ നെറ്റ്വർക്കിൽ ഫ്ലവേഴ്സ് ഇനി മുതൽ ചാനൽ നമ്പർ 10-ലായിരിക്കും ലഭ്യമാകുക. പ്രേക്ഷകർ സദയം സഹകരിച്ചാലും. അയ്യോ, ഇതൊക്കെ ആരുടെ ബുദ്ധിയിൽ വരുന്നത്? അതെ, ഈ ചിരി ഒന്ന് നിർത്തിയില്ലെങ്കിൽ ഒരു കാര്യം പറയായിരുന്നു. ഇടയ്ക്ക് ഗ്യാപ്പ് വരും ചിരി ഇടയ്ക്ക്, അപ്പൊ പറഞ്ഞാ മതി. വലിയ കഷ്ടമല്ല, ഒന്ന് നിർത്തോ? അയ്യോ, അമ്മ രാവിലെ കാപ്പി കുടിച്ചായിരുന്നാ? അതൊക്കെ ഞാൻ കുടിച്ചോളാം. ആ കാപ്പി അവിടെ തണുത്ത്. അത് തണുത്തോട്ടെ. അമ്മ രാവിലത്തെ ഗുളി കഴിച്ചാ? അയ്യോ, അത് പറഞ്ഞ ഓർത്ത്. അയ്യോ, ഒരു പേന എടുത്തോണ്ടോ? ഗുളി കഴിക്കുന്നതിന് പേനാ? അച്ഛേ, ഗുളിക കഴിക്കുന്നതല്ലെന്ന്. അയ്യോ പാവം തണ്ട കണ്ടോ. അയ്യോ, ഈ പൂച്ച വഴിയറിയാതെ നിൽക്കുന്നു. എടി, മനുഷ്യനായ സ്വല്പ സ്നേഹം വേണം കേട്ടോ. അതായത് വീട്ടിലോട്ട് പോകാനുള്ള വഴിയൊന്ന് കാണിച്ചു കൊടുക്കട്ടെ. ഒരു പേന കൊണ്ടുവാ. പേനയില്ല, ഒന്നുമില്ല. ആഹാ, നീ പോവില്ലേ? അത് ശരി. അയ്യോ, നിന്റെയൊക്കെ മനസ്സ് പോലെ ഭയങ്കരം തന്നെ കേട്ടോ. സമയത്തിന് ആഹാരം കഴിക്കില്ല, ഗുളിയും കഴിക്കൂല. എന്നിട്ട് പയ്യവിടെ കിടന്നിട്ട് ഞാൻ നോക്കൂല. നോക്കിക്കോ, ഞാൻ നോക്കൂല. ആഹാ, നീ നോക്കൂല്ലേ? ഇതാണ് ഈ വീട്ടിലുള്ളവരെല്ലാം ഇങ്ങനെ. എന്റെ പൊന്നു മിക്കുപൂച്ച, നിനക്കറിയാമയ്യ ഇവരുടെയൊക്കെ മനസ്സ്. ഞാനങ്ങ് സഹിച്ച് ജീവിക്കുക. എന്താ പറ്റിയത്? ഇതൊന്ന് തീർന്നിട്ട് ഞാൻ വന്ന് കഴിക്കോ കുടിക്കോ ഒക്കെ ചെയ്യാ. എന്റെ പൊന്നു കൊച്ചേ, കറക്റ്റ് സമയത്ത് കഴിക്കണ്ടേ? അതെന്റെ അപ്പത്തേക്ക് സമയം ആവത്തുള്ളൂ. ഇത് ആരെണ്ണം കൂടെ പെട്ടെന്ന് തീരും. ഈ കളി കൊടുക്കേ ഇവിടെ തന്നെ ഇരുന്നോ. പശുവിന് പുല്ലും കൊടുത്ത് മുയലിന് വഴിയും കാണിച്ചു കൊടുത്തു. കിടന്ന് വിളിക്ക്. വയ്യാണ്ടായ നിന്നെ തന്നെ വിളിക്കും ഞാന്. ആഹാ, യോ കഷ്ടം എന്റെ ദൈവമേ. ഇത്രേ ഒരു കുഞ്ഞു മിണ്ടാപ്രാണിക്ക് ഒരു വഴി കാണിച്ചു കൊടുക്കുക. ഒരു പേരെടുക്കാൻ പറഞ്ഞിട്ട് ഈ ശൂർപ്പണക എടുത്തു തന്നില്ല. അറിയാവോ? നീ വിഷമിക്കാതെ, ഞാൻ എടുക്കാം കേട്ടോ. അയ്യോ കഷ്ടം. അയ്യാ, സുരഭിയ വേണ്ട. മുത്തോ, മുത്തോ, ഒരു പേരെടുക്കാനായിട്ടൊന്നാ ആഞ്ഞതാ. മുട്ടിനൊരു നല്ല വേന, ഒരു കുളത്തെ പിടിച്ചതുപോലെ ആയിപ്പോയി. ഇതിപ്പോ കൊറേ ദിവസം ആയാലും കൊച്ചമ്മ ഈ മുട്ടുവേദനയായിട്ട്. ഞാനേ ഒരു മാർഗം പറയട്ടെ. എന്തോന്നടാ? നമുക്ക് ചിരട്ട അങ്ങ് മാറ്റി വെച്ചാലാ. ചിരട്ടെ? അത് ശരി, ചിരട്ട മാറ്റി വയ്ക്കും. അതെ, ഒരു കാര്യം ചെയ്യും. നിന്റെ ഉള്ള ചിരട്ട എല്ലാം കൂടെ മാറ്റി വയ്ക്കാൻ വെച്ചിരിക്കുന്നത് എല്ലാം കൂടെ കൊണ്ടിട്ട് കത്തിക്ക് പോടാ ചുമ്മാ ചിരട്ട. അല്ലെങ്കിൽ വേറൊരു മാർഗമുണ്ട്. എന്തുവാ? നമുക്കൊരു ആടിനെ വാങ്ങിക്കാം. ആടിന്? എനിക്ക് വയസ്സെത്ര നിനക്കറിയാമല്ലോ. ആടിനെയും കൊണ്ട് ആട് ജീവിതം നയിക്കേണ്ട പ്രായമൊക്കെ കഴിഞ്ഞു. അതിനൊക്കെ ശേഷിയുള്ളവർ പോയി ഒക്കെ ജീവിതമൊക്കെ കഴിഞ്ഞേച്ച് ഇനി വന്നിട്ടുണ്ട്. അത് മതി. അതല്ല കൊച്ചമ്മ, നമുക്ക് ആട്ട് സൂപ്പ് വെച്ച് 16 ദിവസം കുടിക്കാം. സൂപ്പ് കുടിച്ചാൽ മാറാത്ത ഒരു മുട്ടുവേദനയില്ല. സൂപ്പാ? അത് വേണമെങ്കിൽ നോക്കാം. നന്നായിട്ടൊക്കെ വെക്കാൻ അറിയാമോ? അതൊക്കെ ഞാൻ അടിപൊളിയായിട്ട് വെച്ചുതരാം. എന്നാ പിന്നെ ഒരാടിനെ വാങ്ങിച്ച് സൂപ്പ് ഉണ്ടാക്കാം. അപ്പൊ അതിന് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിക്കാണ്ട്, അങ്ങാടി മരുന്ന് വാങ്ങിക്കാണ്ട് എല്ലാം റെഡി ആയിക്കൊണ്ട് ഞാൻ പറയാം. ഓക്കെ, ശരി. വാക്ക് മാറരുത്. ഇല്ല, നന്നായിട്ട് ഉണ്ടാക്കി തരണം. ഇതൊന്നെന്തോ ആടിന്റെ ആയാലും മാടിന്റെ ആയാലും ഏതെങ്കിലും സൂപ്പ് കുടിക്കട്ടെ ഭഗവാനെ. ആഹാ, രാവിലെ ഓടാൻ പോയി എല്ലാം അടിച്ചു പൊളിച്ചു വരല്ലേ. ഈ മല കയറി വന്നപ്പോ ഊപ്പാടും പരിപ്പാടും വന്നല്ലേ. രാവിലെ കുറച്ചൊക്കെ എക്സസൈസ് ചെയ്താലേ കുറച്ച് ബുദ്ധിക്ക് വികാസമൊക്കെ. നല്ല. അണ്ണനൂടെ വാ നാളെ തൊട്ട്. അയ്യോ പറ്റൂല കുഞ്ഞെ, അടുക്കളയിൽ തന്നെ ഒരുപാട് വ്യായാമം ഉണ്ട്. അതിന്റെ കൂടെ ഈ മല കയറ്റം എന്നെ കൊണ്ട് പറ്റൂല. എന്റെ അണ്ണ രാവിലെ ഈ വ്യായാമം കൊള്ളുമ്പോ കിട്ടുന്ന ഫ്രഷ് എയർ ഉണ്ടല്ലോ, അതൊക്കെ കൊണ്ട് അണ്ണന്റെ പണിയൊക്കെ ജില്ല നടക്കും. നല്ല ബുദ്ധിക്കൊക്കെ നല്ല വികാസം. ഫ്രഷ് വായു ഒക്കെ അങ്ങോട്ട് കിട്ടണം തന്നെ. അങ്ങനെയുണ്ടെങ്കിലേ കൊച്ചമ്മയും കൂടെ നാടകം അവർ കൊണ്ടുപോകണം. അല്ല, ഇപ്പോഴും കളിക്കുടുക്ക വായിച്ചോണ്ടിരിക്കുകയാണ്. ഈ പ്രായത്തിൽ കുറച്ചുകൂടെ ബുദ്ധി വികാസം ഉണ്ടാവാനുണ്ട്. ബുദ്ധി വികസിക്കുന്നൊക്കെ പറയണ ശരിയല്ല. പിന്നെ ഞാനൊരു കാര്യം പറയാനുണ്ടായി. എന്താ? എനിക്ക് ഈ യാത്രാ മാർഗം എളുപ്പമാക്കണം. അതിനിപ്പോ തോന്നി എന്ത് ചെയ്യാൻ കാര്യം പറയാം. ഇന്നലെ കൊച്ചമ്മ ഉണ്ടോണ്ടിരുന്നോ പെട്ടെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു തൈര് വേണോ. ഞാൻ ഓടിച്ചെന്ന് തൈര് വാങ്ങിച്ച് ഈ തേരിലും കൂടെ കയറുന്നു. കുറച്ച് ലേറ്റായി പോയി. അതിന് കൊച്ചമ്മയുടെ വായിരിക്കുന്ന മൊത്തം കേട്ടു. അതുകൊണ്ട് ഒരു യാത്രാ മാർഗം ഇവിടെ ഉണ്ടാക്കണം. നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു സൈക്കിൾ വാങ്ങിച്ചോളെ. സൈക്കിളാകുമ്പം ഈ ഇങ്ങനെ ഇറക്കത്തിലങ്ങ് ഇരുന്ന് കൊടുത്താൽ താനങ്ങ് പൊക്കണം. പക്ഷെ തിരിച്ച് ഈ കയറ്റം ഉന്തിത്തള്ളി ഇങ്ങ് വരുമ്പോഴത്തേക്ക് എൻ്റെ ഊപ്പാടും പരിപ്പാടും വരും. അത് വിട്, വേറെ പറ. എന്താ ഒരു സെക്കൻഡ് ഹാൻഡ് സ്കൂട്ടർ വാങ്ങിച്ചോളെ. സെക്കൻഡ് ഹാൻഡ് സ്കൂട്ടർ നല്ല കാര്യമാണ്. പക്ഷെ ഈ കയറ്റം കയറുമ്പോഴത്തേക്ക് അതിന്റെ എഞ്ചിനെല്ലാം കൂടെ ചാരായി പോകും, ഞാനും ചാരായി പോകും. വേണ്ട, ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കാര്യം അങ്ങോട്ട് പറയട്ടെ. എന്തോന്നാണ് വേണ്ടത്? അതായത് ഒരു 4x4 ജീപ്പ്. അപ്പൊ സൂപ്പർ ആവും, കയറ്റമൊക്കെ ഇടിച്ച് കയറി അങ്ങോട്ട് വരും. എങ്ങനെയുണ്ട്? ഇപ്പൊ എവിടെ പോകാറങ്ങി? ഞാൻ ആട്ടിൻ സൂപ്പ് വാങ്ങിക്കാറ്. അയ്യോ, ആട്ടിൻ സൂപ്പിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഒരു കാര്യം ആലോചിച്ചത്. എന്ത് കാര്യം? എനിക്കും കൂടെ കുടിക്കണമെന്നുണ്ട്. അല്ല, അത് വേണമെങ്കിൽ റെഡിയാക്കാം. അപ്പൊ എനിക്കും കൂടെ വാങ്ങിച്ചോണേ. വാങ്ങിച്ചോളാം. പിന്നെ ഈ യാത്രാ മാർഗത്തിന്റെ കാര്യം നോക്കാം. അത് മറക്കൂല. ഞാൻ അവിടെ പോകുമ്പോ ആടിന്റെ സ്ഥാനത്ത് കൂടെയെങ്കിലും കിടന്നാൽ മതിയായിരുന്നു. പിന്നെ പണ്ടൊരാള് ആട്ടിൻ സൂപ്പ് വാങ്ങിക്കാൻ പോയിട്ട് ചിൽബിയർ അടിച്ച ആരെയും ഓർമ്മയുണ്ടല്ലോ.
തൂവാനത്തുമ്പ് സിനിമ ഞാൻ 2 തവണ കണ്ടതാണ്. കേട്ടാ ഇപ്പോൾ എവിടെ പോയി കിടക്കണതാന്തോ, ഒന്നും ഉണ്ടാക്കിയും വെച്ചില്ല. ഇനി എന്ത് ചെയ്യും? വിളിച്ചാലും എടുക്കൂല. ഈ മനുഷ്യന്റെ കാര്യം കഷ്ടം. സുരഭി ആഹാരം ഉണ്ടാക്കിയായിരിക്കും. അല്ല, മീൻ പിടിക്കാം. എന്താ? ആഹാ, ഇപ്പോഴും തർക്കുത്തരത്തിന് യാതൊരു കുറവുമില്ല. പോട്ടെ, ഉച്ചക്ക് കഴിക്കാൻ വല്ലതുമായോ? ചോറ് മാത്രം മതിയോ? അത് പറയാനാ ഞാൻ വന്നത്. എന്തുന്നാ? എനിക്കിനി ചോറ് വേണ്ട. ആണോ? പകരം ചപ്പാത്തി മതി. ചപ്പാത്തിയാ? ശരി. നമ്മള് നല്ല ആരോഗ്യശീലം ഉണ്ടാക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ ചിട്ടയായ ആഹാരശൈലി വേണം. ആണാ? ഈ ചപ്പാത്തി വേണമുള്ളവരെ ചപ്പാത്തി മാവ് ഇരിപ്പുണ്ട്, അതെടുത്ത് അങ്ങ് ഉണ്ടാക്കിയാൽ മതി കേട്ടാ. ഞാൻ എന്തിനാ ഉണ്ടാക്കുന്നത്? മുത്തോട്ടനില്ലേ ഇവിടെ? മുത്തോട്ടൻ ഇവിടെ ഇല്ല. മുത്തോട്ടൻ ഉണ്ടാക്കിക്കോളും, നീ കിടന്ന് ദേഷ്യപ്പെടുവൊന്നും വേണ്ട. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇനി ചായയോ കാപ്പിയോ ഒക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ എനിക്ക് പഞ്ചസാര ഇടണ്ട. ആണോ? അത് നല്ല കാര്യം. പഞ്ചസാര ഞാൻ ഉപേക്ഷിച്ചു. ആണോ? ഓ, വളരെ നല്ല കാര്യം. പിന്നെ അതുമല്ല, കൃത്യം 1 മണിയാവുമ്പോ എനിക്ക് ആഹാരം കിട്ടണം. അങ്ങനെ വേണമെങ്കിലേ സ്വന്തമായിട്ട് അങ്ങ് ഉണ്ടാക്കി കഴിച്ചാ മതി. പിന്നെ മുത്തോട്ടനില്ലല്ലേ? ഞാൻ ഉണ്ടാക്കിക്കോളാം. ഉണ്ടാക്ക്. ഗോതമ്പൊടി എവിടെ? അത് അവിടെ ഇവിടെ ഇരിപ്പുണ്ട്. എവിടെ? ഇതാണോ? ഓ, ഇനിയിപ്പൊ ഞാൻ തന്നെ ഉരുട്ടിക്കൂട്ടി ഉണ്ടാക്കി എനിക്ക് മെനക്കേടായല്ലോ. സുരഭി, എന്താ? രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇരിപ്പുണ്ടോ? ഉണ്ട്. എന്തായിരുന്നു? ഇടിയപ്പം. തൽക്കാലം ഇടിയപ്പം കഴിക്കാം. അല്ല, ചപ്പാത്തി മാത്രമേ കഴിക്കുള്ളൂ എന്ന് പറഞ്ഞ്. ചീറ്റ് ഡേ അതുണ്ട്, ഡയറ്റിന്റെ ഇടയ്ക്കുള്ളതാ. ഓ, അങ്ങനെ ഒരു സാധനം ഉണ്ട്. കറി എന്തായിരുന്നു? കറി ആവുന്നതേ ഉള്ളൂ. രാവിലത്തെ കറി തീർന്നോ? പഞ്ചസാര കൂട്ടി കഴിക്കുക. അല്ല, പഞ്ചസാര ഒന്നും കഴിക്കൂലെന്ന് പറഞ്ഞു. ചീറ്റ് ഡേ. അതും ചീറ്റ് ഡേ. ഞാൻ കഴിച്ചിട്ട് വരാം. പഞ്ചസാര കഴിക്കൂലെന്ന് പറഞ്ഞ ആളാ പഞ്ചസാരയില് കൂട്ടിക്കുഴയ്ക്കാൻ വേണ്ടി പോയിരിക്കും. എന്തരാ എന്തോ. വന്നാ മുത്തോട്, നിങ്ങൾ എവിടെ ആയിരുന്നു? നിങ്ങൾ ഫോണിൽ വിളിച്ച് അതെടുത്തിട്ടില്ല, തിരിച്ച് വിളിച്ചിട്ടുമില്ല. മുത്തോടെ ചോറ് മാത്രം ഉണ്ടാക്കി വെച്ചിട്ട് പോയത്, വേറെ ഒന്നും ഉണ്ടാക്കിയില്ല. എല്ലാം പറ, കുറച്ച് വെള്ളം പറ. ഇതോ ഇരിക്കുന്നു. എവിടെ പോയിരുന്നാ? പരിസരത്ത് ഒരു കടയില്ല. നടന്ന് എന്റെ ഊപ്പാടും പരിപ്പാടും വന്നു. കൊച്ചമ്മയ്ക്ക് ആട്ടു സൂപ്പ് ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ വാങ്ങിക്കാൻ പോയത്. മുട്ടുവേനയ്ക്ക് അതിന് പോയിരുന്നു. കാണിച്ചാ? വാങ്ങിച്ചു. പക്ഷേ മലക്കറി എല്ലാം കൂടെ വാങ്ങിച്ചപ്പോ അത് ഉണ്ടാക്കുന്ന എങ്ങനെയെന്ന് മറന്നുപോയി. അപ്പൊ ഉണ്ടാക്കി അറിഞ്ഞൂടെ? അറിയായിരുന്നു, പക്ഷെ മറന്നുപോയി. ഉണ്ടാക്കി തരുമോ? ഞാൻ ഉണ്ടാക്കി തരാം, എനിക്കറിയാം. ഇതുവരെ കഴിഞ്ഞില്ലായിരുന്നാ? അത് ശരി. ഇതാണോടാ നീ രാവിലെ കൊണ്ടുതരുമെന്നിട്ട് ഇപ്പോഴാണോ ഇത് കൊണ്ടുവരുന്നത്? കൊച്ചമ്മ, ഇത് അമൃതാണ്, അമൃത്. ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നില്ല. ഇത് സാവകാശം ഉണ്ടാക്കേണ്ട പ്രക്രിയ. ഒരു സൂപ്പ് ഉണ്ടാക്കുന്നത് എന്താ ഇത്ര വലിയ പ്രക്രിയ? ഇത് ഉരുകി വെന്തിട്ട് അതിന്റെ സത്തെല്ലാം അതിനകത്ത് ഇറങ്ങിയിട്ട് അതിന്റെ കൂടെ കുരുമുളകും ഉപ്പൊക്കെ ഇട്ട് കലക്കിയെടുത്ത്, അതാണ് അതിന്റെ ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത്. ഓ, നീ പറഞ്ഞു കൊതിപ്പിക്കാതെ കൊണ്ടുപോവാ. കുടിക്കണം. അയ്യോ സ്വാമി, എങ്ങനെയുണ്ട്? കൊച്ചമ്മ ഇതൊന്ന് കുടിക്കണം, അപ്പൊ നല്ല ഊർജം കിട്ടും. ആ മുട്ടുവേനൊക്കെ അങ്ങ് പമ്പടക്കട്ടെ. എങ്ങനുണ്ട്? നീ പറഞ്ഞതിലൊരു സത്യം ഉണ്ട്. ഒരു ശകലം അങ്ങോട്ട് പോയപ്പോഴത്തേക്കും എന്തോ ഒരു ഊർജം വന്നു. അതാണ് ഞാൻ പറഞ്ഞത്. ഇനി പതുക്കെ ഒരു കവളും കൂടെ കുടിക്കണം, ഒരു സ്പൂൺ കൂടെ കുടിക്കണം. ഇപ്പോഴോ? അതാ പറഞ്ഞത്. ഇനി പതുക്കെ വേദനയുള്ള മുട്ടേ പതുക്കൊന്ന് നിവർത്തി വെക്കുക കൊച്ചമ്മ. പതുക്കെ പതുക്കെ. അയ്യോ മുത്തു, നിന്നാണ് സത്യം. എന്റെ വേദന ഭയങ്കരമായിട്ട് കുറഞ്ഞു. അതാണ് പറഞ്ഞത്. ഒരു നേരം കുടിച്ചപ്പോഴേ ഇങ്ങനെ. അത് തന്നെ. 16 നേരം കുടിച്ചു കഴിഞ്ഞാൽ കൊച്ചമ്മ ഹുസൈൻ ബോൾട്ടിനെ ഓടിത്തോപ്പി. ഹുസൈൻ ബോൾട്ടിനെ മാത്രമല്ലടാ,
എനിക്ക് കുറച്ചുപേരെ തോപ്പിക്കാനുണ്ട്. നമ്മൾ തോപ്പിക്കുകയും ചെയ്യും. തോപ്പിക്കും. അല്ല മുഴുവൻ കുടിക്കണം കൊച്ചമ്മ, എന്നാലും പിണ്ട വേദന അങ്ങ് പോട്ടെ. ഓ, ഇത് ഇങ്ങനൊരു സംഭവം നടന്നെങ്കിൽ നേരത്തെ കുടിക്കായിരുന്നു. അതെ 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 അതെ. നല്ല ടേസ്റ്റ് ഇല്ലേ? രണ്ട് കാലും കണ്ട 16 തവണയാകുമ്പോ ഇത് മാറും കൊച്ചമ്മ, മൊത്തം മാറും. ഇതിനെനിക്ക് എന്തെങ്കിലും നിനക്കൊന്ന് ചെയ്യണം, സത്യം. വേണ്ട കൊച്ചമ്മ, എന്തിന്? ഇതൊക്കെ സൂപ്പിന്റെ കൈപ്പുണ്യമല്ലേ? സൂപ്പിന്റെ കൈപ്പുണ്യം? അല്ല എന്റെ കൈപ്പുണ്യമല്ല, അല്ല ഉണ്ടാക്കിയ ആളുടെ കൈപ്പുണ്യമല്ലേ? അതെന്നെ പറഞ്ഞ നീയല്ലേ ഉണ്ടാക്കിയത്. ഇനി ഒരു സത്യം പറയട്ടെ കൊച്ചമ്മ, ഇത് ഉണ്ടാക്കിയത് ഞാനല്ല, സുരഭിയാണ്. എന്തോന്ന്? സുരഭി. അത് ശരി, സുരഭിയാണ് ഉണ്ടാക്കിയത്. അതെ അതെ. ഇതിന്റെ ക്രെഡിറ്റ് മൊത്തം സുരഭിക്കുള്ളതാണ്. ഞാനേ എല്ലായിടത്തും ചെന്നൊന്ന് പറയട്ടെ ഈ സന്തോഷ വാർത്ത. ഞാൻ പറയാം, സുരഭി അടക്കം എല്ലാരും അതേതായാലും പറ. പറയാം. ഞാൻ ഇപ്പൊ വിളിച്ചോണ്ട് വരാവേ. സുരഭി ഉണ്ടാക്കിയത്. മുട്ടുവേദന മാറിയെന്നാ മുത്തുവിനോട് കയറി പറയുകയും ചെയ്തു. ഇനി എങ്ങനെയാ മാറ്റി പറയുന്നേ? ഇപ്പൊ തന്നെ അവിടെ ഭരണം കുറച്ച് കൂടുതലാണേ. എന്റെ ദൈവമേ, അങ്ങനെ വിട്ടാ പറ്റത്തില്ലല്ലോ. വാ 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 വാ. മന്ത്രമല്ല, മായമല്ല, മായാജാലമല്ല, പിന്നെ സർക്കസാ? സർക്കസും അല്ല, സർക്കാസവും അല്ല. അത്ഭുതം, മഹാത്ഭുതം. ഇല്ലേ കൊച്ചമ്മ? എന്താ മുത്തോണ്ണ? ഞാൻ പറയാം. അതായത് നമ്മുടെ സുരഭി ഉണ്ടാക്കിയ ആട്ടു സൂപ്പ് കുടിച്ചിട്ട് എന്റെ കൊച്ചമ്മയുടെ മുട്ടുവേദന മൊത്തം പോയി. അതിന്റെ ക്രെഡിറ്റ് മൊത്തം സുരഭിക്കാണെന്ന് പറഞ്ഞപ്പോ സുരഭിയുടെ നന്ദി പറയാനാണ് എല്ലാരെയും വിളിച്ചു വരുത്തിയത്. അല്ലേ കൊച്ചമ്മ? അമ്മയാ? ശരിക്കും? അതെ അതെ. എന്റെ പൊന്നെ അമ്മച്ചി, ഇവൻ ഇതൊക്കെ പറയുന്നോ? എന്താ കൊച്ചമ്മ? അമ്മ, അയ്യോ, അല്ല എന്തോ എനിക്ക് ശ്വാസം വിടാൻ വയ്യടാ കഴുതേ. എനിക്ക് എന്തോന്നടാ ഈ വയറുവേദന. അയ്യോ, വയറുവേദന? പിന്നല്ല, എന്റെ വയറ് വേദനിച്ചിട്ട് എനിക്ക് മിണ്ടാനും വയ്യ, നിങ്ങളുടെയൊക്കെ മുഖത്തോട്ട് നോക്കാനും വയ്യ. കൊള്ളാം. വയറുവേദന ഇത് എന്തോന്നോ അത് കഴിച്ചപ്പോ തൊട്ടേ ഉണ്ട്. നേരത്തെ അങ്ങനെ അല്ലല്ലോ പറഞ്ഞത്. ഓ, എടാ, അത് നീ അങ്ങോട്ട് പോയത് കഴിക്കുന്നതിന് മുമ്പേ നീ പോയില്ലേ? അത് കഴിഞ്ഞ 2 മിനിറ്റ് കഴിയുമ്പോ ഇവിടുന്നാണ് തുടങ്ങിയത്. അതിന് ഞാൻ അങ്ങനെ ഒന്നും ചേർത്തിട്ടില്ല. നല്ല സൂപ്പായിരുന്നു. പിന്നെ ഞാൻ വരുത്തിയതോ? ഇത് വേറെ പറയുന്നത് അല്ല, ഇത് വേറെ എന്തോ കഴിച്ചിട്ടായിരിക്കും ഇങ്ങനെ വയറുവേദന വന്നത്. വേറെ എന്തോന്ന് കഴിച്ചത്? ഒരു വായം കഴിച്ചില്ല. ഞാൻ എനിക്ക് ഇവൻ ഈ സാധനം കൊണ്ട് തന്ന് കുടിക്ക് കൊച്ചമ്മ, കുടിക്കു കൊച്ചമ്മ. കുടിച്ചു. എന്നിട്ട് വേദന മാറി? കുടിച്ചു. കുറച്ച് കഴിയുമ്പോ കാണാൻ ഒരു പിടുത്ത ഇവിടുന്ന് ഇങ്ങനെ ശ്വാസം വിടാൻ വയ്യേ. പൊന്നോ, അമ്മയ്ക്ക് നല്ല വേദന. അമ്മ പറ്റില്ലെങ്കിൽ നമുക്ക് ആശുപത്രി പോവാം. സീരിയസ് ആയിട്ട് പറയാം. ഒന്നും വേണ്ട എന്റെ പൊന്നു മോനെ. ഞാനൊന്നും ചേർത്തിട്ടൊന്നുമില്ല. ആഹാ, അത് ശരി. ഉറപ്പായിട്ട് ചേർത്തിട്ടുണ്ടാവും. ഞാൻ ഒരു കാര്യം ചെയ്യാം. നമ്മള് ലക്ഷ്മി കുഞ്ഞിനെ അത് കുറച്ച് കൊടുത്തു നോക്കാം. അപ്പൊ വയറുവേദന ഉണ്ടോ ഇല്ലെന്ന് നമുക്ക് അറിയാൻ പറ്റുമല്ലോ. എനിക്കൊന്നും വയ്യ ഈ വയറുവേദന എടുത്ത് ചാവാൻ. ഇതേ ഇവള് മനഃപൂർവ്വം എന്തോ സൂപ്പിൽ ചേർത്തതാ അമ്മേനെ വയ്യാതാക്കി കിടത്താൻ. അനാവശ്യം പറയരുത്. എന്താ അനാവശ്യം? അമ്മയ്ക്ക് വേദന എടുത്ത് കരയുന്നുണ്ടല്ലേ? എനിക്കും ഉണ്ടാവും സംശയം. എന്തോന്നോ അത് 2 സ്പൂൺ കഴിച്ചപ്പോ അത് തന്നെ. അങ്ങനെ സുരഭിയുടെ ഭാഗത്തൊന്നും തെറ്റുപറ്റത്തൊന്നുമില്ല. അതാ അങ്ങനെയൊന്നും ചെയ്തില്ല. അയ്യോ, എനിക്കൊന്നും അറിഞ്ഞൂടാ. ഇത് വല്ല ഗ്യാസ് ആയിരിക്കും. ഗ്യാസ് സ്റ്റവ് ഒന്നല്ല, ഇവളെന്തോ സൂപ്പിൽ ചേർത്തിട്ടുണ്ട് അമ്മയെ വയ്യാതെ കിടത്താൻ. കിടത്താനാണെങ്കിൽ ഷാള് വിരിച്ചാ പോരെ, സൂപ്പ് കുടിക്കേണ്ട കാര്യമുണ്ടാ? കൊച്ചമ്മ കാലൊന്ന് പൊക്കി നോക്ക് കൊച്ചമ്മ. ആ കൊള്ളാവിടാൻ തോന്നുന്നു പറഞ്ഞ് നീ അങ്ങോട്ട് തിരിവേ. എനിക്ക് ഒരൊറ്റ കൊളുത്തിപ്പിടുത്തമായിരുന്നു. മുകളിലോട്ട് കയറി വേദന. മുകളിലോട്ട്? മുകളിലോട്ടല്ല, വയറ്റിനകത്ത്. വയറുടെ മുകളിലാണോടാ? അല്ല അല്ല അല്ല, മുട്ടീന്ന് മുകളിലോട്ട് കയറി എന്നാ പറഞ്ഞു. മുട്ടീന്ന് മുകളിലോട്ട്. അത് എനിക്ക് വയ്യേ കൊച്ചമ്മ. ഇനിയിപ്പോ എന്ത് ചെയ്യണോന്ന് പറ. നീ ഒന്നും ചെയ്യണ്ടടാ, ഉണ്ടാക്കിയവര് പറയട്ടെ. ഓ, ഞാൻ എന്താ ചെയ്യണോ അമ്മ? പെണ്ണേ, നീ എന്തോ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. എന്റെ ഈ വയറുവേദന മാറുന്നിടം വരെ ഞാൻ പറയുന്ന സകല കാര്യങ്ങളും ചെയ്ത് നീ ഈ പരിസരത്തുണ്ടാവണം. ചുരുക്കി പറഞ്ഞ അടിമപ്പണി. അല്ല, അങ്ങനെ ജോലി ചെയ്യണോന്ന് പറയായിരുന്നു. എനിക്ക് പറ്റുന്നില്ല ചെയ്യാൻ. പിന്നെ എനിക്ക് വേറെ പണിയില്ല. നീ ചെയ്തേ പറ്റുള്ളൂ. നീ ഉണ്ടാക്കിയ സൂപ്പ് കുടിച്ചിട്ട് അമ്മയ്ക്ക് വയറുവേദന വന്നത്. അതിന് അപ്പൊ നിന്റെ കടമയാണ് അമ്മ പറയുന്നത് എന്തും അനുസരിക്കാൻ. സമ്മതിയില്ലേ? സമ്മതിയില്ലേ? അവള് സമ്മതിക്കും. ശരി, സമ്മതിച്ചിരിക്കുന്നു. ഓക്കെ പറഞ്ഞു, ചെയ്യാന്ന് സമ്മതിച്ച്. നിനക്ക് എന്റെ കാര്യം നോക്കാൻ വയ്യ അല്ലേടി? ശരിയാക്കി തരാം. എന്നെന്റെ വയറുവേദന മാറണമെന്ന് ഞാൻ തീരുമാനിക്കുന്നു അന്നേ മാറും. അതുവരെ നീ എന്റെ അടിമ. ഓ, രാവിലെ പറഞ്ഞതിന് പകരം വീട്ടാണല്ലേ? ശരിയാക്കി തരാം. അമ്മ തലയാട്ടിക്കൊണ്ടിരിക്കാതെ അവക്കുള്ള ജോലി കൊടുക്ക്. ഈ മുറി വിട്ട് നീ പുറത്തു പോകരുത്, മനസ്സിലായോ? തൽക്കാലം ഒരു കാര്യം ചെയ്യ്. തോന്നുന്നു ചെല്ല്. കണ്ണാടിക്ക് ഒരു മങ്ങല് പോയി തുടച്ചുണ്ടോ? തുടക്കി. എനിക്ക് വയ്യ. അയ്യോ, അമ്മ
അമ്മയ്ക്ക് വെള്ളം വേണോ അമ്മ? ഒരു വഹയും വേണ്ട, അത് പോയി തന്നാ മതി. എന്റെ അമ്മോ വെച്ചിട്ടുണ്ടോ അതിനൊക്കെ ഞാൻ. അല്ല ഞാൻ ഞാൻ വൈകിട്ട് വിളിക്കാം. ആ ഓ ഇതാ കണ്ണാടി. എവിടെ പോവാ? അങ്ങോട്ട്. ഇനി എന്റെ മുറിയൊക്കെ നല്ല വൃത്തിയായിട്ട് അടിച്ചു വാരി ഒന്ന് തുടച്ചിടും. വൃത്തിയായിട്ടല്ലേ കിടക്കുന്നത്? അല്ല, ഇത് ശരിക്കും നോക്കിയാ കാണാം, കാഴ്ചക്കുറവൊന്നുമില്ലല്ലോ. അയ്യാ. അമ്മാച്ചി. അയ്യോ, ആരെ വീണോ? അയ്യാ. എന്താപ്പാ? അയ്യോ. എന്തൊരു വേദനയാണോ ദൈവമേ. നേരെ അവയൊന്ന് പിടിക്ക എന്റെ കൊച്ചെ, നീ കളിതമാശ കാണിക്കാതെ. കാല് വേദനിച്ചിട്ടല്ലേ പറയുന്നത്. അമ്മ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ വയറുവേദനയുള്ള ആളെ എല്ലാ ആഹാരവും കഴിക്കോ? എന്നെ കാണുമ്പോൾ മാത്രമേ ഉള്ളൂ ഈ വയറുവേദന. ഓ എന്താണോ എനിക്ക് അറിഞ്ഞൂടാ. കള്ള അസുഖമായിരിക്കും അമ്മ, ചുമ്മയായിരിക്കും, അഭിനയം. ഓ ഹലോ, ആ കൊച്ചമ്മ എപ്പോഴേ കിടന്ന് വിളിക്കുന്നു, പോയില്ലേ ഇതുവരെ? എന്താ അമ്മ, ഞാനേ വിളിക്കാം അങ്ങോട്ട്. ആ സംസാരിച്ചോണ്ടിരിക്കായിരുന്ന, വിളിച്ചിട്ട് പോയില്ലേ ഇതുവരെ? ആര്? കൊച്ചമ്മ വിളിച്ചോണ്ടിരുന്നു. ഓ അമ്മ. ആ ആ ഫാന്റെ സ്വിച്ച് ഇടാനായിരിക്കും. എന്തെങ്കിലും അത്യാവശ്യം കാണും. മുത്തോണ്ട, ഇത് അമ്മയുടെ വെറും അഭിനയമാണ്, എനിക്ക് അങ്ങനെ തോന്നുന്നു. എനിക്കങ്ങനെ തോന്നുന്നില്ല. അല്ല, നല്ല വയറുവേദന ഉണ്ട്, അത് കാണുമ്പോ അറിയാം തന്നെ. മുത്തോണ്ട ആ സൂപ്പ് എടുത്ത് കുടിച്ചായിരുന്ന? ഞാൻ കുടിച്ചില്ല. എന്ത്? എന്നാലേ ആ സൂപ്പ് ഞാൻ കുടിച്ചു. കുഴപ്പമായോ? ഒരു കുഴപ്പമില്ല, അമ്മയ്ക്കാണ് കുഴപ്പം. എന്റെ മുത്തോണ്ട ഈ വയറുവേദനയുള്ള ആളാണെങ്കിൽ ചിരിച്ച് കളിച്ച് കളിക്കൊടുക്കുകയും വായിച്ചോണ്ടിരിക്കുവോ? ഹോസ്പിറ്റലിൽ പോകാനല്ലേ നോക്കോളൂ. ആ അപ്പൊ അഭിനയം എന്നാ പറയുന്നത്? അഭിനയം തന്നെ. അഭിനയിക്കണമെങ്കിൽ കൊച്ചമ്മ ഇവിടെ അഭിനയിക്കേണ്ട കാര്യം എന്ത്? വല്ല TV സീരിയലും ചെന്ന് അഭിനയിച്ചാൽ മതിയായിരുന്നല്ല. എന്റെ മുത്തോണ്ട, ഇത് അമ്മ എന്റെ അടുത്ത് എടുക്കുന്ന അടവാണ്, അതെനിക്ക് നന്നായിട്ട് അറിയാം. സത്യം പറഞ്ഞ നിന്നെ കണ്ടതേ ഇല്ലല്ലോ എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. എന്നെ പിന്നെ നീ എന്താ കുഴമ്പൊന്നും എടുത്തുണ്ടോ? 2 കാലും ഭയങ്കര വേദന. അമ്മയുടെ വയറുവേദന മാറിയോ? വയറുവേദന? അതാ മറ്റേ ആ വയറുവേദന. അത് എവിടെ മാറാൻ ഇപ്പോഴും ഉണ്ട്. ആണോ? അപ്പൊ ഇതിന് കുറഞ്ഞില്ലേ? ഉണ്ട് മോളെ, ഉണ്ട്. അയ്യോ, എന്നാ പിന്നെ നമുക്ക് ഒരു കാര്യം ചെയ്യാമ്മ, ഹോസ്പിറ്റലിൽ പോവാം. അങ്ങനെ വെച്ചോണ്ടിരിക്കേണ്ടത് എത്ര ദിവസമായി? ആശുപത്രിയിലൊന്നും പോണ്ട. അയ്യോ, എനിക്ക് അങ്ങനത്തെ ഇംഗ്ലീഷ് മരുന്നൊന്നും കഴിച്ച് വേണ്ട. അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റൂല, ഹോസ്പിറ്റലിൽ പോവാം. സാരമില്ല, കുറെ കഴിയുമ്പോ അതൊക്കെ മാറിക്കോളും. എന്നാ പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാം, അമ്മയുടെ ഫാമിലി ഡോക്ടർ ഇല്ലേ, പുള്ളിക്കാരനെ അങ്ങ് വിളിക്കാം. അതാണ് ഇവിടെ ഒന്ന് നോക്കിയേ. അയ്യോ എന്റെ പൊന്നെ, അങ്ങേരെ ഒന്നും വിളിക്കല്ലേ. കാണുമ്പോ പൈസ കടം ചോദിക്കുക, 500, 1000. ആ ഡോക്ടർ അമ്മയെ കാണുമ്പോ 500, 1000 ചോദിക്കൂന്നാ? ഇത്രയും ശമ്പളം വാങ്ങുന്ന ഡോക്ടർ 500, 1000? അയ്യോ, അതെന്താ കാര്യം അങ്ങനെ? വല്ല ചായ കുടിക്കാനോ ബീഡി വലിക്കാനോ ഒക്കെ ആയിരിക്കും. അയ്യോ വേണ്ട, എനിക്ക് പറ്റൂലേ. നമുക്ക് ആയുർവേദം ഒന്ന് പരീക്ഷിച്ചാലോ? ആയുർവേദം പണ്ടേ എനിക്ക് പേടിയാ. എന്ത് പറയാൻ നോക്കൂല, ചിലപ്പോ ഛർദിക്കും ഞാൻ. ആണോ? ഓ അങ്ങനെ കുഴപ്പമുണ്ടല്ലേ? ഓ അതും പറ്റൂല. പിന്നെ നോക്കുകയാണെങ്കിൽ ഒന്നേ ഉള്ളൂ, നാട്ടുമരുന്ന്. അത് നമുക്ക് പരീക്ഷിച്ച് നോക്കാം. കാട്ടുമരുന്ന്? നാട്ടുമരുന്നല്ലമ്മ, നാട്ടുമരുന്ന്. അമ്മക്ക് ഈ കുന്നുംപുറത്ത് വേലാതിനെ അറിയില്ലേ, വൈദ്യൻ? കൊള്ളാം, വേലാതിനെ അറിയാൻ വയ്യാത്തവരാ. പേരിട്ട് വൈദ്യനാണ്. പിന്നെ പുള്ളിക്കാരനെ ഒരു മരുന്ന് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അത് കഴിച്ച വയറുവേദന മാറും. പുള്ളി ഉണ്ടാക്കിയ മരുന്നുണ്ടല്ലോ, പെട്ടെന്ന് കുടിച്ചാലും അങ്ങനെ വയറുവേദന കുറയൂല. മിനിമം 1 മാസമെങ്കിലും ആവും. 1 മാസമാവും? ആ അത് കൊള്ളാം, 1 മാസത്തെ ചികിത്സ. ആഹാ,
അതിൻ്റെ ഇടയിലുള്ള സകല ജോലി ഇവളെ കൊണ്ട് ചെയ്യിക്കണം. എടുക്കട്ടാ? ഏതായാലും കൊണ്ടു അതൊന്ന് കുടിച്ചു നോക്കാം. മുത്തോണ്ണ ആ മരുന്നിങ്ങ് കൊണ്ടുപോവാ അമ്മയ്ക്ക്. ദാ വരണേ. മുത്തുവണ്ണനും ഉണ്ടോ? കുടി. ഒറ്റ വലിക്ക് കുടിക്കണം. അതെ 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 അതെ. ഇത്തിരി മണം മോശമായിരിക്കും, കുഴപ്പമില്ല, നല്ലതാണ്. അതായത് ചെന്നി നായകവും 10 കാന്താരി മുളകും കുരുമുളക് എന്ന് പറഞ്ഞാൽ പച്ച കുരുമുളക് ചേർത്തരച്ച മിശ്രിതം. പിന്നെ എന്താണ് പറയുന്നത്? ഇത് കുടിക്കാമോ? ഒറ്റ വലിക്ക് കുടിക്കണം കൊച്ചമ്മ, ഒറ്റ വലിക്ക്. കളയല്ലേ. എന്തോ പറ്റിയമ്മ? എന്റെ അമ്മോ, എന്തോ തരി ഇത് ഭയങ്കര കയ്പ്പ് മതിയാ. സാധാരണ ആൾക്കാർ ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര വയറുവേദനയായിരിക്കും അയ്യോ. കുടിക്കുമ്പോ. പക്ഷെ വയറ് വേദനയുള്ള ആൾക്കാർ കുടിച്ചു കഴിഞ്ഞാൽ ഇത് ഒട്ടും എരിവ് കാണത്തില്ല. വയറ് വേദനയുള്ള ആൾക്കാർ കുടിച്ചു കഴിഞ്ഞാൽ ഒരു എരിവും കാണും. അതെ അതെ അതെ. നിങ്ങളുടെ അമ്മയ്ക്ക് പിന്നെ എരിവ് വന്നത് അതെനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തോന്നൊക്കെ കൂടിയിട്ട് കലക്കി അരച്ചു എന്നൊക്കെ പറഞ്ഞില്ലേ? ആ. ഇതെന്റെ ആമാശത്തിൽ പോയാലുണ്ടല്ലോ, ആമാശയം കത്തി ഞാൻ ചത്തുപോകുള്ള ദുഷ്ട. ഒന്നും പറ്റൂല. അതൊക്കെ ഞാൻ നോക്കിക്കോളാം അമ്മ. എന്തോ നോക്കൂ, ആമാശയം കത്തുമ്പോ നീ വെള്ളം കോരി ഒഴിക്കോ? അയ്യോ അങ്ങനെയല്ല അമ്മ. പിന്നെ നല്ല അഭിനയമായിരുന്നു എന്തോന്ന് ഈ കാണിച്ചതൊക്കെ. അവസാനം വരെ ഞാൻ പിടിച്ചു നിന്നില്ലേ? എന്നാലും ഞാൻ കണ്ടുപിടിച്ചല്ലോ. ഞാനേ ആയുർവേദത്തിൽ പിടിച്ചാ മതി, അല്ലെങ്കിൽ നീ പിടിക്കൂല. ആയുർവേദം പിടിച്ചാലും എനിക്ക് മനസ്സിലാവും. മനസ്സിലാവും. പിന്നെ പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം സുരഭി, എന്റെ കൊച്ചമ്മ അഭിനയ സിംഹമാണ്, അഭിനയ സിംഹം.